കില്ലാടികള് നമ്മുടെ കഴിഞ്ഞ ബിഗ് ബോസിലെ താരങ്ങൾ, അതായത് നമ്മുടെ ജാൻമണി, അഭിഷേക്, പിന്നെ നമ്മുടെ ജിൻഡോ, അങ്ങനത്തെ കുറെ ടീമുകളൊക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞ സീസണാണെന്ന് തോന്നുന്നില്ല അവരെ. അപ്പൊ നമ്മളെന്താ വെച്ചാൽ അവരെ നമ്മൾ പ്രത്യേകമായി നോട്ടീസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ജാൻമണി, നമ്മുടെ അഭിഷേക് എന്താ വെച്ചാൽ പ്രോഗ്രാമുകളിൽ ഒരുമിച്ച് വരുന്നു, ഇല്ലെങ്കിൽ പരിപാടികളിൽ ഒരുമിച്ച് വരുന്നു. പക്ഷേ രണ്ടും ഒന്നാണല്ലേ. അപ്പൊ അങ്ങനെ ഓരോ ഓൺലൈൻ മീഡിയാസിന്റെ കൂടെ അവർ ഇന്റർവ്യൂ കൊടുക്കുന്നു. അപ്പൊ നമ്മളെ വിചാരിച്ചു ചേട്ടാ, അപ്പോഴേ ഇവർ പക്ഷെ പറഞ്ഞിട്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ തമാശക്ക് പോലെ ഞങ്ങൾ നമ്മുടെ ഇഷ്ടത്തിലാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിച്ച എന്താണ്, തമാശക്ക് പറഞ്ഞതായിരിക്കും, സംഭവം ഉള്ളതായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു. പക്ഷെ സംഭവം ഉള്ളതാണ്. ഇല്ലാതെ നോക്കുമ്പോൾ ഇന്നലെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കണു, അവിടെ കല്യാണം കഴിഞ്ഞു. എന്റെ മോനെ, ജാൻമണി പറയുന്നുണ്ട് നേരത്തെ ഗോസിപ്പൊക്കെ നടന്നില്ലേ, അതിനുള്ള ആൻസറാണ് ദിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഇല്ലാതെ അവരങ്ങനെ ഒന്നിച്ചു കില്ലാറില്ല. അഭിഷേകും ജാൻമണിയും വിവാഹിതനായി, മനസ്സിലായില്ലേ, വിവാഹിതരായി അവർ രണ്ടുപേരും. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാലമായി എന്ന് വെച്ചാൽ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. കുറേ കാലം ഓൺലൈൻ മീഡിയാസിലും അല്ലെങ്കിൽ നമ്മളെ യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മുടെ അതിൽ എല്ലാത്തിലും എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ പരസ്പരം ഒരുമിച്ച് നടക്കുന്നു, ഫംഗ്ഷൻസിൽ ഒരുമിച്ച് വരുന്നു. പിന്നെ അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞില്ല അതുപോലെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ വിചാരിച്ചില്ല ഇങ്ങനെ ഒരുമിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതാണെന്നും. ഞാൻ എന്തായാലും ആ വീഡിയോ ജസ്റ്റ് ഒന്ന് വെക്കാൻ, എന്നിട്ട് ഞാൻ ബാക്കി പറയട്ടെ. ഒരുപാട് കാലം ആഗ്രഹിച്ചാണ് ഇങ്ങനെ ഒരു സത്യം അല്ലേ അഭിഷേക് പറയൂ, ഞാൻ എന്താ പറയാ. ഒരുപാട് ഗോസിപ്പുകളൊക്കെ വരുന്നുണ്ടായിരുന്നു മുമ്പ്, നിങ്ങൾ ഒരുമിച്ചാണ്, ലിവിങ് ടുഗദർ ആണെന്നൊക്കെ. സത്യമായിരുന്നു? ഗോസിപ്സിന്റെ ഒക്കെ ഒരു ഉത്തരാണ്. ഇല്ല, ഗോസിപ്സിന്റെ ആൻസർ ഇസ് ദിസ്. ദിസ് ഓൾസോ. സോ ഇറ്റ്സ് നൈസ് ഫീലിംഗ്. അപ്പൊ അതാണ് ഇറ്റ്സ് ഓൾസോ അവരുടെ കാണിക്കുന്നുണ്ട്, താലിയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. നൈസ് ഫീലിങ്സ് എന്ന് പറയുന്നുണ്ട്. അവരുടെ കാര്യം നോക്കി പോകുന്നുണ്ട് കേട്ടല്ലേ. അത്രേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ കാര്യം നോക്കി പോകും. പിന്നെ എന്ത് വെച്ചാൽ അവരൊന്നിച്ച് നന്നായി എന്ന് വെച്ചാൽ കുറേ കാലം അവർ ഒരുമിച്ച് പ്രോഗ്രാമിന് വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ കുറേ ഗോസിപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് അതിനുള്ള ആൻസറാണ് ദിസ്. ഓക്കെ, ദാറ്റ് ആ വീഡിയോ കാണിച്ചത് ദാറ്റ്, അതിനുള്ള ആൻസറാണ് ദാറ്റ്. ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ അതേ പറഞ്ഞു, ഒരുമിച്ച് ജീവിച്ചാൽ മതി കില്ലാടല്ല, ഒരു പ്രശ്നമില്ലാതെ അവരങ്ങനെ ഒരുമിച്ച് ജീവിച്ചാൽ മതി എന്ന് നമ്മളും പറയുന്നുള്ളൂ. അപ്പോൾ അതേ ഉള്ളൂ.